CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആര്? ഉടനറിയാം. KK രാഗേഷിനാണ് പ്രഥമ പരിഗണന. ജില്ലാ കമ്മിറ്റി യോഗം ആരംഭിച്ചു. ആലോചനാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന KK രാഗേഷിലേക്കാണോ, പ്രകാശൻ മാസ്റ്ററിലേക്കാണോ, TB രാജേഷിലേക്കാണോ? ആർക്കാണ് സാധ്യത? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം KK രാഗേഷിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ വത്സൻ പനോളിയുടെ പേരും പുതുതായി പരിഗണിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും KK രാഗേഷിനാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആലോചന യോഗത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ യോഗത്തെ അറിയിക്കും. അതിനുശേഷം പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിനെയും കൂടി സമ്മേളനത്തിന് ശേഷം സാധാരണ രീതിയിൽ തൊട്ടടുത്ത് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടേറിയറ്റിനെ കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ഇത്തവണ അത് സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എന്തായാലും ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിനെ കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും KK രാഗേഷിനാണ് കൂടുതൽ പരിഗണന എന്ന് പറയുമ്പോൾ കൂടി ജില്ലയിലെ തന്നെ KK രാഗേഷ് കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാത്ത ഒരാൾ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ ഡൽഹിയിലും രാജ്യസഭാംഗമൊക്കെയായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ KK രാഗേഷിനെ ജില്ലയിൽ പരിഗണിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില എതിർപ്പുകളുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ഒരു ചർച്ച വന്ന ഘട്ടത്തിലാണ് മറ്റൊരു പേര് TB രാജേഷിലേക്കും M പ്രകാശനിലേക്കും അതുപോലെ തന്നെ വത്സൻ പനോളിയിലേക്ക്. വത്സൻ പനോളി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. വത്സൻ പനോളി ഉൾപ്പെടെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ പ്രാഥമികമായി CPM ഉദ്ദേശിക്കുന്നത് KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒരു യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. CPMനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും കൂടുതൽ സംഘടനാ കരുത്തുള്ള, അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലും ബ്രാഞ്ചുകളുടെ എണ്ണത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുള്ളൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടാവുക, അല്ലെങ്കിൽ സംഘടനയെ വളരെ കരുത്തോടു കൂടി നയിക്കാൻ പാകത്തിലുള്ള ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടാവുക എന്നുള്ളത് CPMന്റെ വളരെ പ്രധാനപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ണൂരിനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക അല്ലേ? തീർച്ചയായിട്ടും. ഇനി പാർട്ടിക്ക് മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന തലത്തിൽ തന്നെ ആരംഭിക്കുന്നു. CPMന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട എന്ന് പറയുന്ന കണ്ണൂരിലെ എല്ലാ പാർട്ടി കോട്ടകളും അതുപോലെ കാത്ത് നിർത്താൻ പാകത്തിലുള്ള ഒരു സംഘടനാ കരുത്ത്, അല്ലെങ്കിൽ സംഘടനാ ശക്തി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് നിലനിർത്താൻ പാകത്തിലുള്ള ഒരു ജില്ലാ സെക്രട്ടറി ആയിരിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ജില്ലയിലെ നേതാക്കളെയെല്ലാം കണ്ട് പ്രധാനപ്പെട്ട ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള നേതാക്കളോടെല്ലാം തന്നെ ഒരു ആലോചന നടത്തുന്നത്. KK രാഗേഷിന്റെ പേര് പ്രഥമ പരിഗണന നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KK രാഗേഷിന്റെ പേര് പ്രഥമ പരിഗണനയിലാണ്. അതേപോലെ പ്രകാശൻ മാസ്റ്ററുടെ പേരുണ്ട്, വത്സൻ പനോളിയുടെ പേരുണ്ട്, TB രാജേഷിന്റെ പേരുണ്ട്. നറുക്കാർക്കാണ് എന്നുള്ളത് അല്പസമയത്തുള്ളറിയാം. നറുക്കല്ല, അത് തീരുമാനിച്ചാണ് എടുക്കുക. കണ്ണൂർ ജില്ലാ കമ്മിറ്റി നയിക്കുന്നത് ആരായിരിക്കുമെന്ന് അല്പസമയത്തുള്ളറിയാം.